ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്രില്ല് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് 12 പീസ് ചിക്കനാണ് കേട്ടോ എടുത്തത്. വലിയ പീസാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം. ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണ അതിൽ വെച്ചിട്ടാണ് കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. നമ്മൾ വരഞ്ഞെടുക്കുന്നത് നമുക്ക് മസാല ഇതിലേക്ക് തേച്ചെടുക്കുമ്പം ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ എല്ലാം ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പിടി വെളുത്തുള്ളിയാണ്, അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ 8 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വിനീഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളകൊക്കെ നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ചിട്ടുള്ള ആ ചിക്കൻ എടുത്തിട്ട് എല്ലാത്തിലും നമുക്ക് നന്നായിട്ടൊന്ന് മസാല ഒക്കെ തേച്ച് പിടിപ്പിക്കാം. ഇവിടെ എല്ലാം മസാല പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചിരട്ട കത്തിച്ചെടുക്കാം. ഇത് നന്നായിട്ട് കണലായി വരുമ്പോൾ നമുക്ക് ഗ്രില്ലിൽ ഓയിലൊക്കെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ അതിലേക്ക് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് തിരിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ഗ്രില്ല് ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.